14. ഹലോ, ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. യെസ്, ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്. കടന്നു വരൂ, കടന്നു വരൂ. ഹോസ്പിറ്റലാണോ തുപ്പുന്നത്? എന്നാ വൃത്തിയായിട്ട നാറ്റോ എന്റെ ഡോക്ടറെ. ഇതെന്നാ ഹോസ്പിറ്റലോ അതോ തൊഴുത്തോ? ഇത്ര വൃത്തി മേനയില്ലാത്തൊരു ആശുപത്രി. അനാവശ്യം പറയരുത്. കേരളത്തിൽ ഇത്രയും നല്ലൊരു ഹോസ്പിറ്റൽ വേറെ ഉണ്ടാവില്ല. എന്തെല്ലാം ഫെസിലിറ്റീസാ! എക്സ്റേ, ECG, ലാബ്, അത് ഇത് കുന്തം കൊടച്ചക്രം. എടോ, തനിക്ക് ഇതുപോലൊരു ഹോസ്പിറ്റലിൽ കേറാനുള്ള യോഗ്യതയുണ്ടോ? എന്നാ പറഞ്ഞാൽ എന്നാ ഡോക്ടറെ, ഇവിടെ എടുക്കുന്ന എക്സ്റേ ഇപ്പോഴും ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെയല്ലേ? താൻ വന്ന കാര്യം വന്ന് നിന്ന കാര്യം പറയാം, നിന്ന കാര്യം നിന്ന് വന്ന കാര്യം പറയണു. ഡോക്ടർക്ക് എന്റെ മനസ്സിലായോ? ഇല്ല. ഡോക്ടർക്ക് എന്റെ മനസ്സിലായെങ്കിലും എനിക്ക് ഡോക്ടറെ തീരെ മനസ്സിലായില്ല. അടിയന്തിരമായിട്ടൊരു ഓപ്പറേഷൻ വേണ്ടിവരും. ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് പോരെ ഡോക്ടർ? അടിയന്തരം അത് ഞാൻ തീരുമാനിക്കാം. താൻ ഇവിടെ ഇരിക്കേ. വേണ്ട, ഞാൻ ഇവിടെ ഇരുന്നോളാം. പറയൂ, എന്താ തന്നെ പ്രോബ്ലം? സമയം വേഗം പറയൂ. എന്നാ പറയാനാ? അസുഖങ്ങൾ പറയാനാണെങ്കിൽ എനിക്ക് ഒരുപാടുണ്ട് ഡോക്ടറെ. അത് കണ്ടപ്പോഴേ തോന്നി. ഞാൻ കഴിഞ്ഞ ആഴ്ച മറ്റേ ഡോക്ടറെ പോയി കണ്ടായിരുന്നു. ആര്? ആ ഫിലിപ്പോസോ? ആ, അയാൾ നാക്കെടുത്ത വിവരക്കേടെ പറയൂ. പറഞ്ഞു. എന്തു പറഞ്ഞു? ഡോക്ടറെ വന്ന് കാണാൻ പറഞ്ഞു. അയാൾക്ക് ഈയിടെയായിട്ട് ഇത്തിരി വിവരം വെച്ചിട്ടുണ്ട്. അപ്പൊ എന്റെ കാര്യം എങ്ങനെയാ ഡോക്ടറെ? തന്റെ കാര്യം തന്നെ കണ്ടിട്ട് അസുഖമുള്ള ഒരാളാണെന്ന് തോന്നില്ല. പക്ഷേ ശരീരം നന്നായിട്ട് നോക്കുന്ന ആളാ അല്ലേ? ശരീരം നോക്കുന്ന ആളാത് ഡോക്ടർക്ക് എങ്ങനെ മനസ്സിലായി? താൻ ഇങ്ങോട്ട് കയറി വന്നപ്പോ അങ്ങോട്ട് പോയി ആ നേഴ്സിന്റെ ശരീരം അടിമുടി നോക്കുന്നത് ഞാൻ കണ്ടു. ഈ ശരീരം നോക്കുന്ന സമയത്ത് സ്വന്തം കുടുംബം നോക്കിയിരുന്നെങ്കിൽ ആ കുടുംബം രക്ഷപ്പെട്ടനെ. ഈ ഡോക്ടർ ഒരു തമാശക്കാരനാ കേട്ടോ. തമാശക്കാരനല്ല, താമരശ്ശേരിക്കാരനാ. പറയൂ, എന്താ തന്റെ അസുഖം? എന്റെ കുഞ്ഞു ഡോക്ടറെ, എന്നാ പറയാനാ, ഈ ഇടയ്ക്കിടയ്ക്ക് കുളിക്കുമ്പളേ വല്ലാത്ത ചൊറിച്ചില. ഇടയ്ക്കിടയ്ക്ക് കുളി, ഇടയ്ക്കിടയ്ക്ക്. അതിപ്പോ അത് ഇടയ്ക്കിടയ്ക്ക് കുളിക്കുന്നുണ്ട്. താനൊരു കാര്യം ചെയ്യും, ഡെയിലി കുളിക്കും. അപ്പൊ തന്റെ ഈ ചൊറിച്ചില് മാറും. പിന്നെന്തെങ്കിലും ഉണ്ടോ? ഓ ഉണ്ട് ഡോക്ടറെ. പറയൂ. ഈ ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി അയ്യോ, എനിക്കത് കേൾക്കാനേ പാടില്ല. അപ്പൊ തുടങ്ങും ചൊറിച്ചില്. എനിക്ക് കഴിക്കാനേ പറ്റത്തില്ല എന്റെ പൊന്നു ഡോക്ടറെ. ചിക്കൻ, മട്ടൻ, ഡെലീഷ്യസ് ഫുഡ്സ്, ഇതൊന്നും തനിക്ക് കേൾക്കാൻ മേല. ചിക്കൻ ചാപ്സ് ആയാലോ? അത് കുഴപ്പമില്ല, തൊടാനേ പറ്റത്തില്ല. അങ്ങനെ വരാൻ വഴിയില്ലോ. താൻ ആവശ്യമില്ലാത്ത എന്തെങ്കിലും കഴിച്ചോ? ഓ കഴിച്ചു. എന്ത് കഴിച്ചു? ഒരു കല്യാണം കഴിച്ചു. കറി എന്തായിരുന്നു? കറിയോ? കല്യാണം കഴിഞ്ഞ പിന്നെ ഫുൾ ടൈം തെറിയല്ലയോ തെറി. ഡോക്ടർക്ക് അറിയോ? തന്റേത് ഒരു വെറൈറ്റി അസുഖമാണ്. ഇതിന് ഇംഗ്ലീഷിൽ ഡെഗ്ലോമാനിയ എന്ന് പറയും. കേരളത്തിൽ ഇതുവരെ ഒരു ഹോസ്പിറ്റലിലും ഇങ്ങനെ ഒരു അസുഖം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഡോക്ടറെ, ഇതൊരു മാറാരോഗമാണോ? മാറാരോഗമല്ല, ഇത് മാറാത്ത രോഗമാണ്. ഭാഗ്യം. ഈ രോഗം പടരുന്നതിന് മുമ്പ് നമുക്ക് ചികിത്സിക്കേണ്ടിയിരിക്കുന്നു. അതിനൊരു കാര്യം ചെയ്യാം. ഇതെനിക്ക് ഉച്ചയ്ക്ക് കഴിക്കാനുള്ള മട്ടൻ ബിരിയാണിയാണ്. താനിതൊന്ന് കഴിച്ചു നോക്കും. ഡോക്ടർ, എനിക്ക് ചൊറിച്ചില്. ചികിത്സിച്ച് തന്നെ ഭേദമാക്കണം. എനിക്ക് കഴിക്കാൻ മേല ഡോക്ടർ. എടോ, കഴിക്കുമ്പോ വോമിറ്റിംഗ്, ഛർദി, വയറിളക്കം എന്ത് വേണം വരട്ടെ. ഇവിടെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. വേണ്ട ഡോക്ടർ, എനിക്ക് കഴിക്കാൻ. താൻ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. ചികിത്സിക്കേണ്ടത് ചികിത്സിച്ചേ പറ്റൂ. എന്നെ നിർബന്ധിക്കണം. താൻ പേടിക്കണ്ടോ, കഴിക്കുക. എന്നേക്കാൾ മിടുക്കരായ ഡോക്ടർ ഉണ്ട്. അതിലൊക്കെ വേറെ ഹോസ്പിറ്റലുണ്ട്, മോർച്ചറി ഉണ്ട്, ആംബുലൻസ് ഉണ്ട്. ഫ്രീ ആയിട്ട് കൊണ്ടുവിടും. താൻ ഡോക്ടർ നിർബന്ധിച്ചാൽ ഞാൻ കഴിക്കും. താൻ കഴിക്കടോ. തുറന്ന് കഴിക്കും. അസുഖം മാറണം. കഴിക്കും. വീഴും. വെട്ടി വീഴും. വലിയ കഷ്ണം. കഴിക്കും.
ഇപ്പൊ എന്ത് തോന്നുന്നു? ഓ നല്ല ആശ്വാസം തോന്നുന്നു. നല്ല ബിരിയാണി ആണല്ലോ. ഇത് ഏത് ഹോട്ടലിൽ നിന്നാ വാങ്ങിയേ? താനല്ലേ പറഞ്ഞു തനിക്ക് മട്ടനും ചിക്കനും ഒന്നും കഴിച്ചുകൂടാന്ന്. ഇങ്ങനെ കഴിക്കാൻ പറ്റും? പിന്നെ എങ്ങനെ കഴിക്കാൻ പറ്റാത്ത? പുറത്തുനിന്ന് വാങ്ങി കഴിക്കാൻ പറ്റത്തില്ല. ഏതാ പുറത്തുനിന്ന്? അതെന്താ? മട്ടൻ ബിരിയാണിക്ക് 70 രൂപ, ചിക്കൻ ബിരിയാണിക്ക് 60 രൂപ. എന്റെ കാശ് എവിടെ നിന്നിരിക്കുന്നത്? അത് ശരി. അപ്പോ കാശ് മുടക്കി കഴിക്കാൻ പറ്റില്ല, അതാണ് തന്റെ അസുഖം. എന്നാ ഞാൻ പോട്ടെ ഡോക്ടർ. താനവിടെ ഇരി. താൻ ചുളുവിന് എന്റെ മട്ടൻ ബിരിയാണി വെട്ടി വിഴുങ്ങിട്ട് ഏമ്പക്കം വിട്ട് അങ്ങനെ പോകാൻ വരട്ടെ. അവിടെ ഇരി. തനിക്ക് വേറെ എന്തെങ്കിലും അസുഖം ഉണ്ടോ പറയൂ. ഒരസുഖം കൂടി ഉണ്ടായിരുന്നു കേട്ടോ. എന്താണ്? പുറത്തു പറയാൻ കൊള്ളത്തില്ലാന്ന്. എടോ പുറത്ത് പറയേണ്ട, അകത്ത് ഇവിടെ എന്റെ അടുത്ത് പറയേ. ഡോക്ടർ ആരോടെങ്കിലും ഇത് പറയും. ഞാൻ ആരോടും പറയില്ല, കൂടി പോയി സൂസിയോട് പറയും, അവള് നാട്ടുകാരോട് പറയാം. അത്രേ ഉള്ളൂ. താൻ പറയും, ധൈര്യമായിട്ട് പറയും. സത്യമാണോ? സത്യം തന്റെ അപ്പനാണ് സത്യം. ഡോക്ടറെ, എനിക്ക് ഈ അമ്മയും പെങ്ങളെയും കണ്ട തിരിച്ചറിയാൻ പറ്റും. വൃത്തികെട്ടവനെ, അമ്മയും പെങ്ങളെ കണ്ട തിരിച്ചറിയാൻ നീയാണോടാ എന്റെ മുന്നിൽ വന്നിരിക്കുന്നത്? നീ രോഗിയല്ല, ദ്രോഹിയാണ്, കടക്കവൃത്ത. നിന്നെ ഇവിടെ ചികിത്സിക്കില്ല. നീ ഇവിടെ വേണ്ട. പോ. ഞാൻ പറയും, എനിക്ക് അമ്മയുണ്ട്, പെങ്ങളുണ്ട്. എന്റെ കണ്ണിന്റെ കാഴ്ച വാങ്ങി തുടങ്ങിയുണ്ട്. രണ്ടിനെ തിരിച്ചറിയാൻ പറ്റുന്നില്ല. സോറി, ഞാൻ തെറ്റിദ്ധരിച്ചു. കണ്ണിന് കാഴ്ച ഇല്ലാത്തതാണ് തന്റെ പ്രശ്നം അല്ലേ? അത് മാത്രല്ല ഡോക്ടർ. പിന്നെന്താ പറയാ? നോക്കി, എന്റെ 2 കണ്ണും കുഴിഞ്ഞിരിക്കുക. 2 മീറ്റർ അകലത്തേക്കാ കുഴിഞ്ഞിരിക്കുന്നത്. ഇതിനൊരു വഴിയുണ്ട്. ഇതേത് മരുന്നിന്റെ ബില്ലാ ഡോക്ടറെ? ഇത് മരുന്നിന്റെ ബില്ലല്ല, താങ്കളുടെ വെട്ടി വിഴുങ്ങിയ മട്ടൺ ബിരിയാണിയുടെ ബില്ല. എന്റെ അമ്മോ, എന്നാ വലിയ ബില്ലാന്റെ ഡോക്ടറെ. മനുഷ്യന്റെ കണ്ണാളി പോയല്ലോ. കണ്ണ് തള്ളി അകത്തോട്ടിരുന്ന കണ്ണ് രണ്ടും പുറത്തേക്ക് തള്ളി. എങ്ങനുണ്ട് എന്റെ ഐഡിയ? ഞാൻ പോട്ടോ ഡോക്ടറെ. നിക്ക് അങ്ങനെ പോകാൻ വരട്ടെ. ഒന്നും കൂടി ഉണ്ട്. ഇരി. താനേ വലതുകാലി വെച്ച് ഇങ്ങോട്ട് കയറി വന്നപ്പോഴേ ഐശ്വര്യമായിട്ടൊന്ന് നീട്ടി തുപ്പിയില്ലേ? ആ തുപ്പൽ എവിടെ ചെന്നാ വീണേന്നറിയാമോ? ഇവിടുത്തെ ലാബില്. മഴയെ കാത്തിരിക്കുന്ന വേഴാമ്പര് പോലെയാ ലാബിലെ ടെക്നീഷ്യന്മാര്. സാധനം കൈ കിട്ടി അപ്പൊ തന്നെ പരിശോധിച്ച് റിസൾട്ട് വന്ന് ആ ബില്ല് വന്ന് 350 രൂപ. എടോ, താൻ കരയേണ്ട ഗഡുക്കളായിട്ട് അടച്ചാ മതി. ഒരു 350 രൂപയുടെ ബില്ലും കൂടി അങ്ങോട്ട് എഴുതിക്കോ ഡോക്ടറെ. അതേത് ബില്ല്? ഈ ബില്ലും ആ ബില്ലും മറ്റേ ബില്ലും എല്ലാം കൂടി കണ്ടപ്പോ പേടിച്ചു നിറച്ച് ഞാനൊന്ന് പോയി. അതിപ്പോ ലാബിലോട്ട് എത്തിക്കാടും.